ഒത്തിരി ജർമ്മനിയിലേക്കൊക്കെ പഠിക്കാൻ പോകാൻ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അതുകൊണ്ട് ജർമ്മനി പലരും തിരഞ്ഞെടുക്കുന്ന ഒരു രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്. ഈ ജർമ്മനിയുടെ സാമ്പത്തിക നില ഇപ്പോൾ ഭയങ്കര തകരാറിലാണെന്നും അവിടെ ഒരു ആഭ്യന്തര കലാപത്തിനുള്ള സാധ്യതയുണ്ടെന്നും ഒക്കെയുള്ള വിവരങ്ങൾ വരുന്നു. മാത്രമല്ല പഠിക്കാൻ പോകുന്നവർക്ക് ജർമ്മനി ഒരു മുട്ടം പണി കൊടുക്കാൻ പോകുന്നുവെന്നും പറയുന്നു. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ശരിക്കും പറയാൻ നമ്മൾ മലയാളി വിദ്യാർത്ഥികളടക്കം ഇന്ത്യക്കാരായ നിരവധി സ്റ്റുഡൻസിൻ്റെ ഒരു പ്രതീക്ഷയുള്ള രാജ്യമാണ് ജർമ്മനി. കാരണം അവിടേക്ക് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ജോലി കിട്ടി പഠനമൊക്കെ പൂർത്തിയാക്കി വേണമെങ്കിൽ സെറ്റിൽ ചെയ്യാം. കാരണം ജർമ്മൻ വിസയൊക്കെ അതിനനുസരിച്ച് നൽകുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികളൊക്കെ ഇവിടെ ജർമ്മൻ ഭാഷ പഠിക്കാൻ പോകും. നമുക്കറിയാം ഇപ്പോൾ എറണാകുളം ഉൾപ്പെടെയുള്ള നഗരങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഭാഷ പഠിപ്പിക്കുന്ന സെൻറ്ററുകളുണ്ട്. അപ്പോൾ A ലെവൽ, B ലെവൽ, C ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു +2 തലം കഴിഞ്ഞിട്ടാണ് അവിടെ പോകുന്നതെങ്കിൽ ഇപ്പം ആരോഗ്യ മേഖലയ്ക്കാണ് കൂടുതൽ അവർ മുൻഗണന നൽകുന്നത്. നേഴ്സാകുക, അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ലാബ് ടെക്നീഷ്യൻ, അങ്ങനെയൊക്കെ കോഴ്സുകളുണ്ടല്ലോ. ഇതൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അവിടെ തികച്ചും സൗജന്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സൊക്കെ സൗജന്യമാണ്. ആകെ വിസയുടെ പൈസ, അതുപോലെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് അത് പാസ്സായി അവിടെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ഒക്കെ ആകണമെന്നേ ഉള്ളൂ. അങ്ങനെ പോകുന്ന വിദ്യാർത്ഥികൾ അവിടെ ചെല്ലുന്നു, അവർക്ക് ജോലി സാധ്യത കിട്ടുന്നു. നമ്മുടെ നാട്ടിലെ ശമ്പളവുമായി തട്ടിച്ച് നോക്കിയാൽ 1 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെയാണ് വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ശമ്പളം. മാത്രമല്ല ഇവർ പഠിക്കുന്ന സമയത്ത് സ്റ്റൈപ്പൻഡ് കിട്ടും. അതായത് അവരുടെ അവിടുത്തെ ചെലവിന്, താമസിക്കുന്ന സ്ഥലത്ത് വാടകയ്ക്കും ഒക്കെ ഉള്ള പൈസ അതിൽ നിന്ന് കിട്ടുമായിരുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ജർമ്മനി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. അതായത് 4.7 ട്രില്യൺ ആയിരുന്നു അവിടുത്തെ GDP. ഈ GDP ആയിട്ട് കുത്തനെ ഇടിഞ്ഞു പോയിരിക്കുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അൺഎംപ്ലോയ്മെൻറ്റ് കൂടി വരുന്നു. അതായത് ജർമ്മനി എല്ലാ കാലത്തും സാധനങ്ങളൊക്കെ ഈ പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. അപ്പോൾ ചൈന ഒരു വലിയ പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് ഏതാണ്ട് 1980 മുതൽ മാറിയിരുന്നു. അമേരിക്ക വൻതോതിൽ നിക്ഷേപം നടത്തിയിരുന്നു. ഒരു കാലത്ത് റഷ്യയിൽ നിന്ന്, USSRൽ നിന്ന് ഈ ചൈനയെ അടർത്തിയെടുക്കാൻ വേണ്ടിയാണ് അമേരിക്ക അതൊക്കെ ചെയ്തത്. ഒപ്പം ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അവിടേക്ക് നിക്ഷേപം വന്നു. എന്ന് പറഞ്ഞാൽ 1980-85 കാലഘട്ടത്തിൽ ജർമ്മനിയിലെ മുഴുവൻ ഉൽപ്പാദനവും ചൈനയിലേക്ക് മാറ്റി. അപ്പം വലിയ വലിയ കമ്പനികളെല്ലാം അവിടേക്ക് മാറി. എന്തിന്, മെഡിസിൻ പോലും ചൈനയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് ഇവിടേക്ക് വരണം. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ ജർമ്മനിയിൽ തൊഴിലില്ലായ്മ കൂടിക്കൂടി വന്നു. അതൊരു വലിയ പ്രതിസന്ധിയായി മാറി. മാത്രമല്ല നമുക്കറിയാലോ ഈ ജർമ്മൻ സാങ്കേതികവിദ്യ, ജർമ്മൻ ടെക്നോളജി എന്ന് പറയുന്നത് വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന, വലിയ സങ്കല്പത്തോടെ കാണുന്ന ഒരു ഇന്ത്യ. അപ്പോൾ ജർമ്മനിയിൽ നിർമ്മിക്കുന്ന കാറുകൾ, നമ്മുടെ നാട്ടിലുള്ള ഫോക്സ് വാഗൻ എന്ന് പറയുന്ന ഫോക്സ് വാഗൻ ഉണ്ട്, അതുപോലെ തന്നെ മെഴ്സിഡസ് ബെൻസ്, ഇതൊക്കെ ജർമ്മൻ ടെക്നോളജിയാണ്. അപ്പോൾ ജർമ്മനിയിൽ ഇത്തരം കാറുകൾ നിർമ്മിക്കുന്ന ഏതാണ്ട് 3ഓളം പ്ലാന്റ് ഉണ്ട്. ഫോക്സ് വാഗൻ്റെ തന്നെ 3 പ്ലാന്റ് ഉണ്ട്. ഈ 3 പ്ലാന്റിൽ ഏതാണ്ട് 80,000-ഓളം തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ, അവർക്ക് കിട്ടുന്ന മറ്റ് സൗകര്യങ്ങൾ, ഇതൊക്കെ അവർ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോവാണ്. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ കമ്പനികളൊക്കെ തന്നെ ആളുകളെ പിരിച്ചുവിടാൻ പോകുന്നു. അതായത് ജർമ്മൻ സാങ്കേതികവിദ്യയിൽ കാറുകൾ ഇറക്കുമ്പോൾ അവർക്ക് വേണ്ടത് ക്രൂഡ് ഓയിലാണ്, അതായത് പെട്രോളിയം, ഡീസലും ഒക്കെയാണ്. ഇത് പ്രധാനമായും കിട്ടുന്നത് റഷ്യയിൽ നിന്നായിരുന്നു. അപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിൽ 2023 യുദ്ധം ആരംഭിച്ചതോടെ അമേരിക്ക ഈ റഷ്യയ്ക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തി. സ്വാഭാവികമായും യൂറോപ്യൻ രാജ്യങ്ങളും ഈ ഉപരോധത്തിൽ പങ്കെടുത്തു. അപ്പോൾ ഈ ജർമ്മനിയും പെട്ടുപോയി. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് ഡീസലും പെട്രോളും ഒക്കെ കിട്ടുകയും അതിനനുസരിച്ച് അവരുടെ പ്ലാന്റുകളുടെ പ്രവർത്തനവും ഈ കാറുകളുടെ നിർമ്മാണമൊക്കെ മുന്നോട്ട് പോവുകയായിരുന്നു. പെട്ടെന്ന് ഈ റഷ്യയിൽ നിന്ന് ഈ ക്രൂഡ് ഓയിൽ കിട്ടാതെ വന്നു. അപ്പോൾ പിന്നെ എന്താ ചെയ്തത്? ഇന്ത്യ ആ ഉപരോധത്തെ മറികടന്ന് റഷ്യയിൽ നിന്ന് ഈ ക്രൂഡ് ഓയിൽ വാങ്ങിച്ചു. എന്നിട്ട് ഇന്ത്യ അത് ജർമ്മനി ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾക്ക് മറിച്ചു വിറ്റു, യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ജർമ്മനിക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയിരുന്ന എണ്ണ ഇന്ത്യ വാങ്ങിച്ചിട്ട് അത് കൂടിയ വിലയ്ക്ക് ജർമ്മനിക്ക് തന്നെ കൊടുക്കുന്നു. അപ്പോൾ ജർമ്മനിയുടെ ആ സാമ്പത്തിക നിലയ്ക്ക് അത് വലിയ കോട്ടം തട്ടി. അപ്പോൾ അവരെന്ത് പറ്റു, ഈ കാർ നിർമ്മാണമൊക്കെ ക്രൂഡ് ഓയിൽ നിന്ന് മാറ്റിയിട്ട് അവർ EVയിലേക്ക് മാറി. അതായത് നമുക്കറിയാം ഇലക്ട്രിക്കൽ വെഹിക്കിൾ, അതുപോലെ തന്നെ ഹരിത വാതകങ്ങൾ, ഇതിലേക്കൊക്കെ മാറാൻ, ഗ്രീൻ എനർജിയിലൊക്കെ മാറാൻ തീരുമാനിച്ചു. അപ്പം ഓരോ കാലത്തിനനുസരിച്ച് ടെക്നോളജിയിൽ മാറ്റങ്ങൾ വരും. ചൈന, ജപ്പാൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ കാർ നിർമ്മാണം ഇങ്ങനെ EVയിലേക്ക് വളരെ പെട്ടെന്ന് മാറി. പക്ഷേ ജർമ്മനി അവിടെ ഒരു അലസത കാണിച്ചു. ജർമ്മനി വിചാരിച്ചു അങ്ങനൊന്നും പ്രശ്നമില്ലല്ലോ, അതുകൊണ്ട് അവർ EVയിലേക്ക് മാറാൻ കുറച്ച് താമസം എടുത്തു. പക്ഷേ ഇപ്പോൾ റഷ്യയിൽ നിന്ന് ആവശ്യത്തിന് എണ്ണ കിട്ടാതെ വന്നപ്പോൾ അവർ മാറാൻ നിർബന്ധിതരായി. അങ്ങനെ പറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു? ക്രമേണ ഇതിന് മാറ്റങ്ങൾ സംഭവിക്കാൻ പറ്റുള്ളൂ. പ്ലാന്റിൻ്റെ പകുതി നിർത്തി വെച്ചിട്ട് പകുതിയിൽ അപ്ഡേഷൻ നടത്താം. അപ്പോൾ കുറേ പേര് പിരിച്ചുവിട്ടിട്ടുണ്ട്. 80,000-ഓളം പേരുള്ളതിൽ 40,000-ഓളം പേരെ അവരിപ്പം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മെഴ്സിഡസ് ബെൻസിൻ്റെ കമ്പനിയിലായിക്കോട്ടെ, ഈ ഫോക്സ് വാഗൻ്റെ കമ്പനിയിലായിക്കോട്ടെ, വലിയ രീതിയിലുള്ള എംപ്ലോയീസിനെ പിരിച്ചുവിടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ, അതായത് ഈ തൊഴിലാളികൾ വലിയ സമരത്തിലേക്ക് പോകുന്നു, രൂക്ഷമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ജർമ്മനിയിലെ ഒരു ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത് കൂട്ടുകക്ഷി ഭരണം എല്ലായ്പ്പോഴും. അതായത് ലിബറൽസ് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, ഫാർ റൈറ്റ് ഉണ്ട്, അങ്ങനെ വിവിധ കക്ഷികളാണ്. ഇവരെത്ര കാലം ഭരിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അവിടുത്തെ ചാൻസലർ എന്ന് പറയുന്നത്
ഷോൾസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഒലിവ് ഷോൾസ് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ വരികയും നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് വെച്ചാൽ ഒലിവ് ഷോൾസും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തി. ഏതാണ്ട് 2-3 മണിക്കൂറാണ് കൂടിക്കാഴ്ച. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്രൂഡ് ഓയിൽ ഞങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്, ഞങ്ങളുടെ രാജ്യം തന്നെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാണെന്ന് പറയുകയാണ്. പക്ഷേ ഇത് വലിയൊരു ചർച്ചാ വിഷയമായി മാറി. കാരണം ഉപരോധം ഏർപ്പെടുത്തിയ റഷ്യയുമായിട്ട് എന്തിനാണ് ഒരു യൂറോപ്യൻ രാജ്യമായ ജർമ്മനി ചർച്ച നടത്തിയത്? അവരുടെ സാമ്പത്തിക പ്രതിസന്ധി ഒന്ന് പരിഹരിക്കുക എന്നുള്ളത് ഉദ്ദേശം വെച്ചിട്ടാണ്. ഇപ്പോൾ IT മേഖലയിൽ ജർമ്മനിയിൽ പണിയെടുക്കാൻ ആളില്ല, നിർമ്മാണ മേഖലയിൽ പണിയെടുക്കാൻ ആളില്ല, വിദഗ്ധരായ തൊഴിലാളികളില്ല. കാരണം എന്താ? അവർ സാമ്പത്തികമായി അത്രയും ഉയർന്ന നിലയിലായതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ വേണമെന്ന് കരുതിയില്ല. ഈ സാഹചര്യം മുതലെടുത്താണ് ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ സ്റ്റുഡൻസ് വിസയിലേക്ക് അവിടേക്ക് പോകുന്നത്. അപ്പോൾ ഈ ആരോഗ്യ മേഖലയിൽ ഇപ്പം നേഴ്സ് വിസ, അതുപോലെ തന്നെ ഈ ശുശ്രൂഷിക്കത്തില്ല പ്രായമായവരെയൊക്കെ, അങ്ങനെ ശുശ്രൂഷിക്കുന്ന ആളുകളെ, ഇവരെയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നവർക്ക് വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇനി ജർമ്മനി പറയുകയാണ് ഇനി അതൊക്കെ നിർത്താൻ പോവുകയാണ്. പകരം ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് ജോലി കൊടുക്കണം, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് അവിടെ കൂടി വന്നാൽ അതൊരു കലാപത്തിലേക്ക് വലിയ പ്രശ്നമാണ്. മാത്രമല്ല ജർമ്മനിയിൽ ജനസംഖ്യ കുറവായിരുന്നു. ആ കുറവായിരുന്ന സമയത്ത് ഇല്ലീഗലായിട്ട് കുറേ ഇമിഗ്രൻസ് വരും. അതായത് അറിയാലോ, നിയമാനുസൃതമല്ലാതെ നുഴഞ്ഞു കയറ്റക്കാരെ നമ്മൾ പറയില്ല. അങ്ങനെ വരുന്ന ആൾക്കാർ ഇഷ്ടം പോലെ അവിടേക്ക് എത്തിയപ്പോൾ എന്ത് പറ്റി? അവിടുത്തെ ജോലിയെ, അവിടുത്തെ ഗതാഗതത്തെ, അവിടുത്തെ മൊത്തം മേഖലയെ ഇത് സാരമായി ബാധിച്ചു. ഇപ്പോൾ ഈ റെയിൽവേയുടെ സമയം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് റെയിൽവേക്കാട്ടിയും കൂടുതൽ മെച്ചപ്പെട്ടതെന്ന് പറഞ്ഞാൽ ജർമ്മൻ റെയിൽവേ കൃത്യമായ സമയം പാലിക്കും, ഭയങ്കര അച്ചടക്കമായിരിക്കും, ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര കൃത്യതയാണ്. പക്ഷേ അതിനൊക്കെ ക്രമേണ കോട്ടം സംഭവിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട വിദഗ്ധരായ തൊഴിലാളികളില്ല. അപ്പോൾ ജർമ്മനി അത്തരം മേഖലയിലേക്ക് പിന്നോക്കം പോകുന്നു. അപ്പോൾ എല്ലാ മേഖലയിലും ജർമ്മനി ഇനി പിന്നോക്കം പോയി കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ ഒരു 3-4 മാസം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ തന്നെ തൊഴിൽ നഷ്ടപ്പെട്ടവർ പ്രക്ഷോഭമായി വരുന്നു. യൂത്തിന് അവിടെ തൊഴിലില്ല, IT മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ ആളില്ല. പക്ഷേ ജർമ്മനി എന്ന് പറയുന്ന എക്കാലത്തും വലിയ ടെക്നോളജി ഉള്ള ഒരു രാജ്യമായിരുന്നു. നമുക്കറിയാം 2ാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനി പരാജയപ്പെട്ടവരുടെ കൂട്ടത്തായപ്പോൾ ജർമ്മനിയിലെ ടെക്നോളജിയൊക്കെ അമേരിക്കയും അതുപോലെ തന്നെ റഷ്യയും ഒക്കെ അടിച്ചു മാറ്റുക ചെയ്തത്. റോക്കറ്റ് ടെക്നോളജി, മിസൈൽ ടെക്നോളജി, ഫാർമസ്യൂട്ടിക്കൽസ്, അങ്ങനെ പല ടെക്നോളജി ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അതെല്ലാം മെച്ചപ്പെടുത്തി അവർ മുന്നേറി. ഇവിടെ ഇപ്പോൾ എന്ത് പറ്റി? ചൈന ഇവരുടെ മുഴുവൻ പ്രൊഡക്ഷനും അവരുടെ രാജ്യത്ത് നടത്തുന്നതുകൊണ്ട് ഇവർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നില്ല. 90% പ്രൊഡക്ഷനും ഉൽപ്പാദനം നടക്കുന്നത് ചൈനയിലാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഉൽപ്പാദനം നടത്തണമെന്ന് ഈ ഒലിവ് ഷോൾസും ബാക്കിയുള്ളവരും തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ബ്രിക്സ് ഉച്ചകോടി കഴിഞ്ഞ് എത്തിയ നരേന്ദ്രമോദി ഇവർ നേരിട്ട് വന്ന് കാണുന്നത്. അവിടുത്തെ കാർ നിർമ്മാതാക്കൾ ഉൾപ്പെടെ വ്യവസായികൾ, അവിടുത്തെ ക്യാബിനറ്റ് മന്ത്രിമാർ, ഈ ജർമ്മൻ ചാൻസലർ, ഇവരെല്ലാം നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. എന്നിട്ട് പറയുന്നു ഞങ്ങളിവിടെ വൻതോതിൽ നിക്ഷേപം നടത്താൻ തയ്യാറാണ്. ആ നിക്ഷേപം നടത്തുന്നതിലൂടെ കിട്ടുന്ന ലാഭം അവരുടെ രാജ്യത്തെ ഈ പ്രതിസന്ധിക്ക്, പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ പഠിക്കാൻ പോണ കുട്ടികൾക്കൊന്നും ഇനി ഫ്രീ എഡ്യൂക്കേഷൻ ജർമ്മനിയിൽ ഇല്ല അങ്ങനെ പറയേണ്ടി വരും. കാരണം ലോകത്തെ തന്നെ 3ാമത്തെ വലിയ GDP ഉള്ള ഒരു രാജ്യം പെട്ടെന്ന് 0ലേക്ക് അങ്ങ് കൂപ്പുകുത്തുകയാണ്. അവിടുത്തെ അൺഎംപ്ലോയ്മെൻറ്റ് നിരക്ക് എന്ന് പറയുന്നത് അങ്ങനെയൊന്നും പറയാനില്ലായിരുന്നു. ഇപ്പം അവിടെ അതൊരു 0ലേക്ക് എത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആളുകൾക്ക് എങ്ങനെയാണ് തൊഴിൽ കൊടുക്കാൻ പറ്റുക? തൊഴിലില്ലെങ്കിൽ അവിടുത്തെ തദ്ദേശീയ ആളുകൾ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് പോകുമ്പോൾ, ഇപ്പോൾ ഡിഗ്രി തലമൊക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് ചെല്ലുന്നതെങ്കിൽ ഫീസ് കൊടുത്ത് അവിടെ പഠിക്കേണ്ടി വരും. പക്ഷേ ഫീസ് കൊടുത്ത് പഠിച്ചാൽ അവർക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. അതിലൂടെ നല്ലൊരു വരുമാനം കിട്ടും. അപ്പോൾ പാർട്ട് ടൈം കിട്ടുന്ന ജോലിയിലൂടെ കിട്ടുന്ന വരുമാനം നമ്മുടെ നാട്ടിലെ പോലെയല്ല, ലക്ഷങ്ങളാണ്. അപ്പോൾ അവർക്ക് 6 മണിക്കൂറോ 8 മണിക്കൂറോ ഒക്കെ ഒരു നിശ്ചിത സമയപരിധി പറ്റുള്ളൂ. ഈ നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും? അതിൽ കൂടുതൽ സമയം അവർ ചിലവഴിക്കും, ഓവർ ടൈം എടുക്കും. കാരണം ഇവിടുന്ന് ബാങ്ക് വായ്പയൊക്കെ എടുത്ത് പോകുന്നതല്ലേ. ഇനി അത്തരത്തിലുള്ളവർക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. മാത്രമല്ല ഇവരൊരു നിശ്ചിത കാലം അവിടെ ജോലി ചെയ്തതിന് ശേഷം തിരിച്ച് ഇന്ത്യയിലേക്ക് പോകണമെന്ന് ജർമ്മനി തീരുമാനിക്കും. അങ്ങനെ തീരുമാനിച്ചാൽ വളരെ പ്രതീക്ഷയുമായി ലോണുമൊക്കെ എടുത്ത് അവിടെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ അവിടെ പഠിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് ലോണെല്ലാം അടച്ച് തീർത്ത് കഴിയുമ്പോൾ ശരി നിങ്ങളുടെ സേവനം മതി, നിങ്ങൾ പൊയ്ക്കോന്ന് പറഞ്ഞു വിടും. എത്ര കുടുംബങ്ങളെ ആയിരിക്കും അത് ബാധിക്കുന്നത്? അവർക്ക് നിവൃത്തിയില്ല. അത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഈ ഇല്ലീഗൽ എമിഗ്രൻസ് അവിടെ കൂടി വന്നതോടുകൂടി പല കമ്പനികളും ലേ ഓഫ് നടത്താനായിട്ട് തീരുമാനിച്ചു. തൊഴിലാളികളെ പിരിച്ചുവിടണം, അവർക്കിനി മുന്നോട്ട് പോകാനേ പറ്റുന്നില്ല. മാത്രമല്ല ഈ ഇലക്ട്രോണിക്സ് ടൂൾസ്, എഞ്ചിനീയറിംഗ് സാധനങ്ങൾ തുടങ്ങിയവയൊക്കെ നിർമ്മിക്കുന്ന മേഖല ഏതാണ്ട് പൂർണ്ണമായിട്ടും തകർന്നു. കാരണം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മാത്രമല്ല ജർമ്മനി ഈ കാറുകൾ ഉൾപ്പെടെ പല സാധനങ്ങളും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്ത് അവിടെ വിറ്റാണ് പൈസ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു നയം പ്രഖ്യാപിച്ചിരുന്നു, ഇനി അമേരിക്കയിലേക്ക് എന്ത് സാധനം ഇറക്കുമതി ചെയ്താലും തീരുവ കൂട്ടണം, 10% കൂട്ടണം. അപ്പം നിലവിൽ 10% എന്നുള്ളത് 20% മാറി. അപ്പോൾ ജർമ്മനി അത് വീണ്ടും തകർക്കും. അപ്പോൾ സാമ്പത്തികമായി വീണ്ടും അവർക്ക് ഒരു തകർച്ച ഉണ്ടാവും. ഇതിൽ നിന്ന് രക്ഷ നേടാൻ ആരെങ്കിലും ഒന്ന് സഹായിക്കണ്ടേ? അതുമില്ല. അപ്പം മാത്രമല്ല 4-5 മാസം കഴിയുമ്പോൾ അവിടുത്തെ തൊഴിലില്ലായ്മ
നിരക്ക് ഇനിയും കൂടുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ പുടിനും ഒലാഫ് ഷോൾസും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതുകൂടി ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഒരു രീതിയിൽ മറ്റ് രാജ്യങ്ങൾ ഒരു ചിത്രീകരണം നടത്തുന്നുണ്ട്. അപ്പോൾ അമേരിക്ക അവരെ സഹായിക്കില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ആഭ്യന്തര കലാപമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതിനകത്ത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പം 3.5 എന്നുള്ളതാണ് അവിടുത്തെ അൺഎംപ്ലോയ്മെൻറ്റ് നിരക്കെന്നുള്ളത്. ഒരു 3-4 മാസം കഴിയുമ്പോൾ 7 വരെ ആകാം എന്ന് പറഞ്ഞാൽ അത്രയും പേർ തൊഴിലില്ലാതെ ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ ഇന്ത്യയെ പോലെയുള്ള വികസ്വര രാജ്യങ്ങളിൽ നിന്ന് പഠിക്കാനായിട്ട് അവിടെ ചെന്ന് പാർട്ട് ടൈം ജോലിയെടുത്ത് പൈസയൊക്കെ ഉണ്ടാക്കി നമ്മളവിടെ റെസിഡൻസായി മാറുമ്പോൾ, പെർമനൻറ്റ് റെസിഡൻസായി മാറുമ്പോൾ അത് ജർമ്മനിക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ എന്ത് കൊടുക്കും? അവർ സ്വാഭാവികം നമ്മുടെ അടുത്ത് കലാപത്തിൽ വരും. ഇതൊരു ആഭ്യന്തര കലാപമായി രൂപപ്പെടാം. മാത്രമല്ല അവിടെ കൃത്യമായ ഭരണാധികാരികളല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കൂട്ടുകക്ഷി ഭരണമായതുകൊണ്ട് എത്ര കാലം ഇവർ മുന്നോട്ട് പോകുന്ന അറിയത്തില്ല. പെട്ടെന്നൊരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടുകയോ ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുകയോ ചെയ്താൽ പിന്നീട് അതിനെ അടിച്ചമർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല EV അതുപോലെ ഗ്രീൻ എനർജി എന്നിവയിലേക്ക് അവിടുത്തെ കാർ നിർമ്മാണം മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ പതിയെ ഡെവലപ്പ് ചെയ്യാൻ ജർമ്മനിക്ക് കഴിയുള്ളൂ. അതിനുള്ള സാമ്പത്തിക സഹായം അവർക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിനിൻ്റെ, റോഡിൻ്റെ ഈ സമയങ്ങളെയൊക്കെ ഇത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എല്ലായിടത്തും സമസ്ത മേഖലയിലും ജർമ്മനിയിലെ ഈ പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുണ്ട്. അപ്പം റെയിൽവേ, റോഡ്, വിമാന സർവീസ്, ഒപ്പം അവിടുത്തെ ആരോഗ്യ കാര്യങ്ങൾ, ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന കാര്യങ്ങളിൽ എന്തിന് കെട്ടിടം നിർമ്മിക്കുന്നതിന് വരെ പ്രതിസന്ധി നേരിടുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു കൃത്യമായ വാണിംഗ് ആണ്. നമ്മുടെ നാട്ടിലുള്ള പല രക്ഷിതാക്കളും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ? മക്കൾ വിദേശ രാജ്യങ്ങളിൽ പോകണം. അപ്പോൾ ആദ്യം ആളുകൾ കൂടുതൽ കാനഡയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അത് അവർ ഒരു വിധത്തിൽ നിർത്താൻ പോകുന്നു. UK പോകുന്നത് നിർത്താൻ പോകുന്നു, അമേരിക്കയിൽ പോകുന്നത് നിർത്താൻ പോകുന്നു. ഇപ്പം വലിയൊരു പ്രതീക്ഷ ജർമ്മനിയായിരുന്നു. അപ്പോൾ ജർമ്മൻ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ പോകാമെന്നും ജോലി നേടാമെന്നും അറിയാം. വൻതോതിൽ പൈസയൊക്കെ നിക്ഷേപിച്ചിട്ടാണ് പോകുന്നത്. അത്തരമുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ്. മാത്രമല്ല ആഭ്യന്തര കലാപം ഉണ്ടായാൽ, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പിന്നെ നമ്മുടെ രാജ്യം ഇടപെട്ട് അവരെ ഇവിടേക്ക് കൊണ്ടുവരേണ്ടിയൊക്കെ ഒരു അപ്പോൾ ഇത്തരം ഒരു സാഹചര്യമൊക്കെ ഉരുത്തിരിയുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.